லாத்திச்சார்ஜ் ഉണ്ടായിരുന്നില്ല. சார் நீங்க அங்க இருந்தீங்களா? இவரு நானும் சாரும் வந்து அந்த விஜய் பார்க்கும்போது அங்க இருந்தோம். இவரு സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്താർ ഫാമിലിയോട്. ഭയങ്കര തിരക്ക് തന്നെയാണ്. ചെറിയ സ്ഥലം, ആ സ്ഥലത്തില് ഭയങ്കര ഒരുപാട് ആളുകൾ. അതിന്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സംഭവിക്കാനുള്ള കാരണം. ഇല്ല, ആ സമയത്ത് പറഞ്ഞാൽ നമ്മളൊന്നുമില്ല, ഒരു ആംബുലൻസ് പെട്ടെന്ന് വന്നു, ആംബുലൻസിന് വഴി കൊടുത്താണ്. ആംബുലൻസ് വഴി കൊടുക്കുമ്പോൾ കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു. അന്നേരം ഭയങ്കര ക്രൗഡായിട്ട് കുറച്ച് ആളുകൾ അങ്ങോട്ടും മേലെ നിന്ന് ആളുകളൊക്കെ വീണ്. പക്ഷേ മരത്തിന് മുകളിൽ അങ്ങനെയല്ല, ഈ താഴെ തന്നെയാണ് നിന്നത്. ഇവര് മറ്റേ ഡിവൈഡറിന്റെ ഗ്യാപ്പ് ഉണ്ട്, അതിനകത്ത് നിന്ന് തന്നെയായിരുന്നു. പിന്നെ ഭയങ്കര സ്ഥലം കുറവാണ് കൊടുത്തത് ഗവൺമെന്റ്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾ കുറച്ച് മാറി ഇങ്ങോട്ട് നിന്നത്. പക്ഷെ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര ചെറിയ സ്ഥലമായിരുന്നു. കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കണമായിരുന്നു. ഇതുപോലെ ഒരാൾ വരുമ്പോൾ വലിയൊരു സ്ഥലം കൊടുക്കണമായിരുന്നു. പക്ഷെ വലിയ സ്ഥലം കൊടുത്തിട്ടില്ല, ചെറിയ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസ് വളരെ കുറവായിരുന്നു. ആളുകളെ മാറ്റാൻ പറ്റിയോ സമയത്ത്? ഇല്ല, മാറ്റാൻ കഴിയുന്നില്ല. അമ്മാരി ചെറിയ സ്ഥലത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ മാറ്റാൻ കഴിയില്ല. എന്തായാലും അത്രയും ഭയങ്കര തിരക്കായിരുന്നു. ഇതുപോലെ ഒരാൾ വരുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കാമായിരുന്നു എന്നാണ്. മുന്നൊരുക്കൾ ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത്ര വളരെ കുറവായിരുന്നു. ഇല്ല, കുറച്ച് കമ്മിയാണ്, വളരെ കമ്മിയാണ്. എന്തെങ്കിലും അപകടം പറ്റിയ പെട്ടെന്ന് മാറാനായിട്ട് ഇടറോഡുകളൊന്നും ഇല്ല. ഇടറോഡുകൾ ചെറിയ റോഡായല്ലോ, ഇടറോഡ് വളരെ കുറവാണ്. പക്ഷെ അതിലെല്ലാം ബോർഡുകളൊക്കെ വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ആളുകൾക്ക്. ഈ തിരക്ക് കൂടിയ സമയത്ത് ജനങ്ങളെ നിയന്ത്രിക്കാൻ തുടക്കം മുതൽ പോലീസ് ശ്രമിച്ചിരുന്നു എന്ന് വഴി കൊടുക്കുന്നുണ്ടായിരുന്നു. അതന്നെയാണ്. പിന്നെ മാറ്റുക പറഞ്ഞാൽ പോലീസുകാരൊന്നും അങ്ങനെ മാറ്റാൻ, അവിടുത്തെ പൊതുജനങ്ങളും ഈ വിജയുടെ ഫാൻസും അതുപോലെ തന്നെയാണ്. ഇല്ല, അങ്ങനെ വീശിയിട്ടൊന്നുമില്ല. വളരെ ഭയങ്കരമായി വീശിയിട്ടൊന്നുമില്ല. ചില ആളുകൾ മാറാനുള്ള ഒരു സംഭവം ചെയ്തിട്ടുള്ളൂ. ഉണ്ടായിരുന്നു, വളരെ കുറവായിരുന്നു. അതന്നെ പറയാനുള്ളത്, വളരെ കുറവായിരുന്നു പോലീസ്. എല്ലാം സത്യം തന്നെയാണത്. ഉണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ വളരെ മറ്റേ ആളുകൾക്കായി ഭയങ്കര ശ്വാസം പോലും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞാൻ മോളെയൊക്കെ കൊണ്ടാ പോയത്. പക്ഷെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുറെ മാറി കിടന്നു. നമ്മൾ കുറച്ച് അങ്ങനെ അടുക്കാൻ പോകാറില്ല, നമ്മൾ കുറെ മാറി നിന്നത്. പക്ഷെ ആ ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇല്ല, പുള്ളി വെള്ളം കൊടുത്ത് ആളുകൾ വെള്ളം ദാഹിക്കുന്നു, മയങ്ങുന്നു, ഇങ്ങനെ വീഴും പോകുന്നു. അപ്പൊ അയാൾ പുള്ളിയുടെ ക്യാബിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്താണ്. പുള്ളി വേറെ ഇല്ല, അങ്ങനെയല്ല. പുള്ളി വെള്ളം കൊടുത്ത് നല്ലതാ ചെയ്തത്. പുള്ളി നല്ലതാണ് ചെയ്തത്. പുള്ളി ഒരു വെള്ളം അത്യാവശ്യം ആളുകൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുത്തതാണ്. അന്നേരം സ്റ്റേജിൽ അയാളെ കൊടുത്താണ് വെള്ളം. അയാൾ പറഞ്ഞു മറ്റേ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, തളർന്ന് കണ്ടപ്പോൾ വീഴാൻ പോകണ്ടപ്പോൾ അവര് ഹോസ്പിറ്റലിൽ കൊണ്ട് ആംബുലൻസ് വിളിക്കുന്ന പുള്ളിയാണ് മൈക്കിലൂടെ പറയുന്നുണ്ടായിരുന്നു. നിർത്തി. പുള്ളി 10 മിനിറ്റാണ് കൊടുത്തു. പക്ഷെ 3 മിനിറ്റ് സംസാരിച്ചിട്ടു പുള്ളി. മരിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. ആ സമയത്ത് ആളുകൾ ഇങ്ങനെ മയങ്ങി വീഴുന്നുണ്ടായിരുന്നു. ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുള്ളി അവിടെ നിന്ന് പുള്ളിക്ക് എങ്ങനെയും പോകാൻ സാധിക്കില്ല, അമ്മാരി തിരക്കാണ്. കൃത്യമായി എത്താൻ പറ്റുന്നില്ല. ചെറിയ സ്ഥലമാണ്, വളരെ ചെറിയ സ്ഥലമാണ്. 2 റോഡായിട്ട് ചെറിയ സ്ഥലമാണ്. കുറച്ച് അപ്പുറത്തുള്ള സ്ഥലങ്ങളാണ്. അല്ല, കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കണമായിരുന്നു. ഇതുമാതിരി ഇങ്ങനെ ഒരു പുതിയൊരാള് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കുന്നു. ഫാൻസുള്ള ആളാണ് പുള്ളി. ഒന്നാമത് സിനിമാ നടനാണ്. അതുപോലെ തന്നെ ഭയങ്കര ഫാൻസുള്ള, നമ്മൾ കേരളത്തിലാണെങ്കിൽ ശരി, തമിഴ്നാട്ടിലാണെങ്കിലും എല്ലാ സ്ഥലത്തും വിജയ്ക്ക് ഭയങ്കര ഫാൻസുള്ള ആളാണ്. പുള്ളി രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് ആളുകൾ. ഞാൻ കേരളീയനാണല്ലോ. അപ്പൊ ഞാൻ എന്റെ വൈഫോടെ ജോലി നിന്നാണ്. അപ്പൊ ഞാൻ വന്നപ്പോൾ ശരി പുള്ളി വരുന്നുണ്ടായിരുന്നു. പുള്ളിനെ കാണാൻ വേണ്ടി പോയതാണ്. ഉണ്ടായിരുന്നു. അവരുടെ ആളുകൾ ഭയങ്കര നിയന്ത്രണമായിരുന്നു. ഒരുപാട് ആളുകൾ, അവരുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ കുറെ കുട്ടികളെയൊക്കെ മാറ്റാനുള്ള ഭയങ്കര ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഉണ്ട്, അത്യാവശ്യം വലിയ സ്പേസുള്ള സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ ഈ മറ്റേ എന്താ പറയാ വെളിച്ചമ്പുറമില്ല, എന്താ വലിയ സ്ഥലമൊക്കെ ഉണ്ട് മീറ്റിംഗ് നടത്താനായിട്ട്. ഈ നേരത്തെ ആണെങ്കിൽ കഴിഞ്ഞ ഒരു പാർട്ടിക്കാരുടെ ഒരു ഫംഗ്ഷൻ നടന്നായിരുന്നു. അവിടെ 1 ലക്ഷം ആൾക്കാർ അല്ലാതെ 3 ലക്ഷം ആൾക്കാരൊക്കെ വരണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ 1 ലക്ഷം ആൾക്കാരാണ് വന്നത്. ആ ഗ്രൗണ്ടൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ ഇത് അത് വെങ്കക്കൽ കോടങ്കിപ്പട്ടി. അവിടെ വേറെ പാർട്ടി പരിപാടികൾക്കൊക്കെ അനുമതി കൊടുത്തിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു പാർട്ടിക്കാർക്ക് കൊടുത്തായിരുന്നു, DMK കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവര് അനുമതി ചോദിക്കുമ്പോൾ കളക്ടറും ഇതിലുള്ള പോലീസുകാരും SP ഒക്കെ പെർമിഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. കോടങ്ങിപ്പട്ടിയിൽ TV-ക്ക് അനുമതി ചോദിച്ചിരുന്നു, പക്ഷെ കൊടുത്തില്ല.
അവർ ഈ സ്ഥലത്തേക്ക് മാത്രമാണ് ഉള്ളത്. ADMK പാർട്ടിക്കായാലും ആ സ്ഥലം തന്നെ, ഇപ്പൊ വിജയ്ക്കായാലും ഈ സ്ഥലം തന്നെ കൊടുത്തായിരുന്നു ഇവരൊക്കെ. നടന്നായിരുന്നു, അതിൽ യാതൊരു പ്രശ്നമില്ലാതെ അത് പ്രശ്നമില്ലായിരുന്നു. അത് ഇത്ര ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അല്ല, കുറവുണ്ടായിരുന്നു, കുറവായിരുന്നു. കുറവെന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാരാണ്, കൊച്ചുകളൊക്കെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇവിടെ വിജയെ കാണാൻ വേണ്ടി ഒരു ആക്ടേഴ്സ് ആയത് കാരണം കൊണ്ട് ഒരു കൊതിയായിട്ടാണ് അവിടെ വന്നത്. ഭയങ്കര ജനമായിരുന്നു, ഭയങ്കര ജനം, പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ജനമായിരുന്നു. നല്ല ജനമായിരുന്നു. പുള്ളി നേരം വൈകാൻ കാരണം പുള്ളി വരുന്ന വഴിയിലൊക്കെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഞങ്ങള് ഞങ്ങളൊരു 4 മണിക്കാണ് പോയത്, വീട്ടിൽ നിന്ന് 4 മണിക്കാണ് പോയത്. എത്തുമ്പോൾ പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് ദൂരമുണ്ട്. പക്ഷെ വരുന്ന പുള്ളി വേറെ നാമക്കൽ വന്ന് നാമക്കല്ലിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ തിരക്കുണ്ട്. അപ്പൊ എല്ലാ സ്ഥലങ്ങളും ഒരാള് മയങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും ഇങ്ങനെ എല്ലാം തൂക്കിയിട്ടാണ് കൊണ്ടുപോകുന്ന ആളുകളെ. ഇവരുടെ ഫാൻസുകാരനെ കൊണ്ടുപോയത്, അവിടുത്തെ ആളുകൾ, നാട്ടുകാരും ഫാൻസുകാരെ കൊണ്ടുപോയത്. ഇല്ല, രക്ഷപ്പെടുന്നില്ല. പുള്ളിക്ക് ഇറങ്ങി വരാൻ കഴിയില്ല, അങ്ങനെ വരാൻ കഴിയില്ലല്ലോ പുള്ളിക്ക്. പുള്ളി രക്ഷപ്പെട്ടൊന്നുമില്ല, പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. പുള്ളി 10 മിനിറ്റ് 3 മിനിറ്റ് പുള്ളി സംസാരിച്ചുള്ളൂ. പുള്ളി സംസാരിക്കാൻ ഇതെല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ പുള്ളിക്ക് സംസാരിക്കാൻ തോന്നില്ല, പുള്ളി നിർത്തി. അവിടെ അത്യാവശ്യം മരങ്ങളൊന്നും ഇല്ല. ആ ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ, മരങ്ങളൊന്നും വളരെ കുറവാണ്. ജസ്റ്റ് ഒരു മരം മാത്രം അവിടെ വരുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ബിൽഡിംഗ്, ഇതുപോലത്തെ ബിൽഡിംഗിന് മേലെ ആളുകളുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റും പെർമിഷൻ കൊടുത്ത ഇടத்துல ലൈൻ കറണ്ട് കമ്പം പോയിട്ട് പോയിരിക്കുന്നത്. അത് അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചുകൂടെ പുറത്തായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ ആളുകൾ ആ ഭാഗത്ത് നിൽക്കുമായിരുന്നു. കറണ്ട് പോയി ഭയങ്കര ഇരുട്ടായപ്പോ ആളുകൾ ഭയങ്കര ഒരു ഭീതി ശരിക്കും അവിടെ ഉണ്ടായി. സെൽഫോൺ ടവറൊക്കെ ജാമറച്ച് കട്ട് ചെയ്ത, ആർക്കും റേഞ്ച് ഇല്ലായിരുന്നു. അപ്പൊ ഇത് ശ്രദ്ധിക്കുമ്പോ ഇത് സൂക്ഷിച്ച് ചെയ്തതാണോ ഇല്ല തന്നെ നടന്നതാണ് ദൈവത്തിനറിയാം. സത്യം പറഞ്ഞാൽ അവിടെ വലിയൊരു സ്ഥലം കൊടുക്കണമായിരുന്നു. സ്ഥലം ഉണ്ടായിട്ടും വലിയ സ്ഥലം കൊടുക്കണമായിരുന്നു. ആ സ്ഥലം കൊടുക്കാത്തതിന്റെ പേരിൽ കുറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത്ര തന്നെയുള്ള പറയാനുള്ളൂ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സുനിൽ, ഇല്ല, ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്നത്. ഞാൻ വൈഫോടെ വർക്ക് ചെയ്യുന്നത്.